ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിഷുദിനാണ് കേട്ടോ. വിഷുദിനം നമ്മുടെ മല്ലോട്ട് പാലോട്ട് കാവിൽ ഉത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേ കൂടിയാണ്. അതിനോടനുബന്ധിച്ച് മല്ലോട്ട് ഊരുവക തിരുമുൽക്കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഏഴോട് കോട്ടക്കുന്ന് നിന്നും പുറപ്പെട്ട് ഏഴോട് വഴി പിന്നെ നമ്മുടെ അമ്പലത്തിൽ എത്തിച്ചേർന്ന വർണ്ണശബളമായ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോണേ. എല്ലാവരും വീഡിയോസൊക്കെ കാണും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ താലപ്പൊലിയായിട്ട് മുന്നിൽ തന്നെയുണ്ട്. കുട്ടികളും അമ്മമാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അമ്പലത്തിൽ നല്ല വീഡിയോ എടുക്കണേ. ഞങ്ങൾ ഏഴിലോട് കാഴ്ച തുടങ്ങണ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് കാഴ്ചയൊക്കെ കണ്ടിട്ട് വന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പാലോട്ടയും ഉണ്ടായിരുന്നു, കണിയൊക്കെ കണ്ടിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് ഞങ്ങൾ പോയില്ല. കാഴ്ച എത്തിക്കഴിഞ്ഞതിന് ശേഷം വെടിക്കെട്ടും പിന്നെ നമ്മുടെ അഞ്ജു ജോസഫിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ലൈവ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ തേരൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ നമുക്ക് മല്ലോട്ട് ഉത്സവം എന്ന് പറയണത്. വിഷുവിളക്ക് മഹോത്സവം എന്നാണ് അത് അറിയപ്പെടുന്നത്. വിഷുവിളക്ക് കൊടിയേറ്റ മഹോത്സവം എന്നാണ് നമ്മുടെ ഉത്സവത്തിന് തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമുക്ക് ഈ ഒരു ആഘോഷം, 5 ദിവസത്തെ ആഘോഷം നമുക്ക് ഉണ്ടാവുന്നത്. വിഷുവിന് 1-ാം തീയതി തൊട്ട് 5 ദിവസം. അപ്പോൾ കുറേ അമ്മമാരും കൊച്ചു കുട്ടികളൊക്കെ മക്കളൊക്കെ കുടയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കാണാനും. എല്ലാ ദിവസങ്ങളിലും നമുക്ക് കാഴ്ചയുണ്ട് കേട്ടോ. ഇന്ന് ഈ കാഴ്ച മല്ലോട്ട് ഉരുവകയുള്ളത്. ഇനിയിപ്പോൾ നാളെ ഉള്ളത് സെക്കൻഡ് വടക്കുംപാട് ഉരുവക, തേർഡ് തലായി ഉരുവക, ഫോർത്ത് കുതിരുമൽ ഉരുവകയുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസമായിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും എല്ലാ ദിവസവും. അത് കഴിഞ്ഞ് 19-ാം തീയതിയാണ് നമ്മുടെ തെയ്യം ആഘോഷം കഴിയണത്. ഉത്സവത്തിൻ്റെ കലാശക്കൊട്ട് എന്ന് പറയുന്നത് 19-ാം തീയതിയാണ്. രാത്രി വമ്പം വെടിക്കെട്ടോടുകൂടി നമ്മുടെ ഈ വർഷത്തെ വിഷുവിളക്ക് മഹോത്സവം അവസാനിക്കും. അപ്പോൾ കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വിഷുവിനെ പറ്റിയിട്ട് നമുക്ക് മല്ലോട്ട് ഉത്സവത്തിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ നമുക്ക് നിർത്താൻ തോന്നില്ല. അത്രയ്ക്ക് നമുക്ക് പറയാനുണ്ടാവും വിശേഷങ്ങൾ. കുറേ കരടിക്കുട്ടന്മാരും മുയൽക്കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ടൊന്നല്ല കാഴ്ച കാണുക. നമ്മുടെ മല്ലോട്ട് ഇങ്ങനെ കുറേ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അമ്പലത്തിലോട്ട് കയറി പോണ വഴിയുണ്ട്. പിന്നെ അവിടെ സ്റ്റെപ്പിൽ എല്ലാവരും ഇരുന്ന് നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിക്കും. ഒരു 7 മണി ഒക്കെ ആകുമ്പോഴേ വന്ന് എല്ലാവരും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ പിടിച്ച് അവിടെ ഇരുന്ന് 10-11 മണിയൊക്കെ ആവും ചിലപ്പോൾ കാഴ്ച എത്താൻ വേണ്ടിയിട്ട്. 10 മണിയാവും, എന്തായാലും 10 മണിയൊക്കെ ആവും. അത്രയും മണിക്കൂർ നമ്മൾ അവിടെ ഇരുന്ന് കാഴ്ച വന്ന് അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ പോകാറ്. അതൊക്കെ ഒരു വല്ലാത്തൊരു മെമ്മറിയാണ്. പണ്ടത്തെ ഇത്രയും 1.5 കിലോമീറ്റർ നടന്ന് അമ്പലത്തിലേക്ക് വന്ന് അവിടെ ഇരുന്ന് കാഴ്ചയും കണ്ട്, കാഴ്ച കഴിഞ്ഞ് അവിടെ പോയി പരിപാടിയൊക്കെ കണ്ട് രാത്രി ഉറക്കപ്പിച്ചിൽ നടന്ന് വീട്ടിലോട്ട് പോണതും എല്ലാവരും ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് വല്ലാത്തൊരു ആഘോഷമാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആഘോഷമാണ്. ഞാൻ മറന്നുപോയി അതിനിടയിൽ കാഴ്ചയുടെ വിശേഷങ്ങൾ പറയാൻ മറന്നുപോയി കേട്ടോ.
ഇവിടെയൊക്കെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനതൊക്കെ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. സൗണ്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഡേ തിരുവൽക്കാഴ്ച വിശേഷങ്ങൾ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ എഴിലോടാണ് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നത് എഴിലോടായതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്കാണ് പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ സെക്കൻഡ് ഡേ കാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.